ലെറ്റ് സപ്പോസ് എൻ്റെ പാരൻസായിട്ട് എനിക്ക് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ നമ്മൾ ചെയ്യുന്നത്? ഹ്യൂമൻ ടെൻഡൻസി എന്താ? നമ്മൾ ബ്ലെയിം ചെയ്യും അല്ലേ? അയാൾ കാരണമാണ്, ഇയാൾ കാരണമാണ്, എൻ്റെ വീട്ടുകാർ എനിക്കിത് തന്നില്ല, എൻ്റെ വീട്ടുകാർ അത് തന്നില്ല. എത്ര നാളിത് പറയും? നമ്മുടെ ഇവിടെ മേജർ ആകുന്നത് 18 കഴിയുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ 18 ആകുമ്പോഴാണല്ലോ. 18 വരെ വേണമെങ്കിൽ ബ്ലെയിം ചെയ്തു, ഞാനൊന്നും പറയില്ല. പക്ഷെ 18 കഴിഞ്ഞിട്ട് എത്ര നാൾ കൂടി ബ്ലെയിം ചെയ്യും? കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്റ്റേഴ്സ് തീരുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യണമെങ്കിലും അപ്പോൾ പ്രശ്നം അവരുടേതാണോ നമ്മുടേതാണോ? എല്ലാം കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇല്ല. പുതിയത് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നില്ല, വിട്ടുപിടിക്കുകയാണ്. സോ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക. ആദ്യം തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നന്നാവില്ല. മോറലി ഹൈ ഗ്രൗണ്ട് പിടിക്കാൻ വേണ്ടി വെറുതെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അത് അത്രയും വരെ പോകുള്ളൂ. സിറ്റുവേഷൻ ചേഞ്ച് വരില്ല, ഗോൾ അച്ചീവ്മെൻറ്റ് നടക്കില്ല, വേറെ ഒന്നും തന്നെ സാധ്യമല്ല. എൻ്റെ പാരൻസ് നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നില്ല. ഞാൻ വഴിയാണ് അവർ പാരൻറ്റിങ് എന്താണെന്ന് പഠിച്ചത്. സോ ഐ ആം ഹാപ്പി ഫോർ ഓൾ ദ തിങ്സ് ദാറ്റ് ദേ ഹാവ് ഡൺ ഫോർ മീ. ആരും പാരൻസ് ആകുന്നത് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുന്നവരൊന്നും അല്ലല്ലോ. ആദ്യമായിട്ടാണ് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ മാരേജ് ലൈഫിൽ അല്ലേ? ഓക്കെ, സോ അവർക്ക് ആർക്കും നേരത്തെ പാരൻ്റ് ചെയ്ത് ശീലമില്ല. അപ്പോൾ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യണത് എത്ര നാൾ ബ്ലെയിം ചെയ്യും? എത്ര നാൾ നമ്മൾ ബ്ലെയിം ചെയ്യും അവരെ? അവർ കണ്ടു വളർന്നേക്കുന്ന പാറ്റേൺസ് വെച്ചിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അതിന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് എന്താ, കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? സോ വിട്ടുപിടിക്കുക, ആ ഫ്ലോയിലേക്ക് വിട്ടുപിടിക്കുക.